എൻ്റെ പേര് പ്രിയ. ഇതെൻ്റെ പപ്പ ജോയി. ഞങ്ങൾ വയനാട്ടിൽ മക്കിയാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരികയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടി എടുക്കുന്നത് 2023 മാർച്ച് 24-നാണ്. അപ്പം ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടുംബത്തിൽ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വളരെ വല്ലാണ്ട് എനിക്ക് ഫ്രസ്ട്രേഷനായി. അപ്പോൾ ഒരു സൂയിസൈഡിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന എന്നെ അപ്പം കിടക്കാൻ നേരത്ത് മോനെയും കൂട്ടി ഒന്നിച്ച് സൂയിസൈഡ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ തീരുമാനിച്ചിരുന്നത്. അപ്പം എനിക്ക് ആരോ ഒരാൾ കൃപാസനം പത്രം തന്നിരുന്നു. അപ്പം ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ തലവണ്ണയുടെ അടിയിലായിട്ടായിരുന്നു വെച്ചിരുന്നത്. പിന്നെ പേടി തോന്നുമ്പം ചെറുപ്പം മുതലേ ഞാൻ ഈ ബൈബിളും കൊന്തയും എൻ്റെ തലഭാഗത്ത് വെക്കുമായിരുന്നു പേടി കാരണം. അപ്പം അന്ന് രാത്രി കൊച്ചിനെയും കൂട്ടി സൂയിസൈഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ മോനെ അവസാനമായിട്ടൊന്ന് ചുംബിക്കാം എന്ന് വിചാരിച്ച് മോനെ ഞാൻ ഉമ്മ വെച്ചപ്പം എൻ്റെ മോൻ പെട്ടെന്ന് തലവണ്ണയുടെ അടിയിലിരുന്ന കൃപാസനം പത്രം എനിക്ക് എടുത്തു തന്നു. അതിനുശേഷം അവൻ ഉറങ്ങിക്കിടന്ന്, അവന് വെറും 2 വയസ്സേ ഉള്ളൂ. അവൻ ഉറങ്ങിക്കിടന്ന് അവൻ പെട്ടെന്ന് ബൈബിളിൻ്റെ നടുക്കുന്ന ഒരധ്യായം എടുത്തിട്ട് അതിനകത്ത് അവൻ കൈ വെച്ചിട്ട് അവൻ കിടന്നുറങ്ങി. അപ്പോൾ എനിക്ക് സംശയം വന്നപ്പം ഞാൻ അവൻ്റെ കൈ എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗം വായിച്ചപ്പം അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 41-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം മുതലുള്ളതായിരുന്നു അവൻ്റെ കൈ ഇരുന്നത്. അപ്പം ഞാനത് വായിച്ചപ്പോൾ അതിനകത്ത് ഇപ്രകാരമായിരുന്നു എഴുതിയിരിക്കുന്നത്: നിൻ്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഏറ്റവും അവസാനം ഞാൻ ഇതെല്ലാം ചെയ്തു കഴിയുമ്പം നീ എൻ്റെ നാമം മഹത്വപ്പെടുത്തും എന്നുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഞാൻ അനുഭവിച്ചു പോന്നിരുന്ന വേദനകൾ മുഴുവൻ ദൈവം എനിക്ക് വേണ്ടി പരിഹാരം ചെയ്യുമെന്നും എന്നെ വേദനിപ്പിച്ചവർക്കെതിരെ കർത്താവ് ശക്തമായിട്ട് നിൽക്കുമെന്നായിരുന്നു അതിൻ്റെ ഒരു ഉള്ളടക്കം വന്നിരുന്നത്. എനിക്കതിനകത്തുനിന്ന് വളരെയധികം സ്വാതന്ത്ര്യം വന്നു. ആ സമയത്ത് എനിക്ക് കിട്ടേണ്ട ഒരു സ്വാതന്ത്ര്യമായിരുന്നു അത്. അപ്പം പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എത്ര തെറ്റായിപ്പോയെന്ന് എനിക്ക് ആ ഒരു നിമിഷം തന്നെ തോന്നി. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു, ആ വീട്ടിൽ നിന്ന് അവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന്, എൻ്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ആ സമയത്ത് അവർക്ക്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഏറ്റവും മൂത്തതാണ്. അപ്പം എൻ്റെ അനിയൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരു മാസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുന്ന ഒരു കുടുംബത്തിലോട്ട് ഒരു കുഞ്ഞിനെയും കൊണ്ട് കയറി ചെല്ലുമ്പം അവർക്ക് ഞാൻ ബാധ്യതയായാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത്. അപ്പം പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു. മമ്മീനെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത് നോക്കി, സ്വന്തം വാഹനത്തിലാണെങ്കിലും വരാമെന്നുള്ള രീതിയിൽ. പക്ഷേ ഞങ്ങൾക്ക് കൃപാസനത്തിലോട്ട് പോകുന്ന ബസ്സുണ്ട് വയനാട്ടിൽ നിന്ന്. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കൃത്യം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ പപ്പയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങൾക്കൊരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ പ്രളയത്തിൽ കുത്തി ഒലിച്ചു പോയി. അപ്പോൾ അത് കെട്ടിപ്പണിതിരുന്നത് ഈ പാറക്കല്ല് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ പാറക്കല്ല് മുഴുവൻ പുഴയുടെ ശക്തിയായ വെള്ളത്തിൽ അത് വന്നിട്ട് ഇങ്ങനെ കൂത്ത് അവിടെ നിൽപ്പുണ്ട് ആ സൈഡിൽ. അപ്പം ഞങ്ങൾ ഈ പാലത്തിലോട്ട് കയറാൻ വേണ്ടി ഒരു മരത്തടിയായിരുന്നു വെച്ചിരുന്നത്. അപ്പം പപ്പയും അത്യാവശ്യം അപ്പുറ ഭാഗത്തുള്ളവരെല്ലാം സ്കൂട്ടി അതിനകത്തൂടെയായിരുന്നു കടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പപ്പ അതിൽ കൂടെ സ്കൂട്ടി കടത്തിയതും സ്കൂട്ടി അടക്കം പപ്പ ആ പാറക്കല്ലിലോട്ട് വീണതേ പപ്പയ്ക്ക് ഓർമ്മയുള്ളൂ. പിന്നെ പപ്പയ്ക്ക് അനക്കമില്ല. മമ്മി മാത്രമേ ഇത് കണ്ടുള്ളൂ. മമ്മി 100 മീറ്റർ ഓടി വീട്ടിൽ വന്ന് മോളെ പപ്പ പോയി എന്ന് പറഞ്ഞതും ഞാൻ അവിടുന്ന് 100 വിട്ട് ചെന്ന് പപ്പയുടെ പൾസ് നോക്കുമ്പോൾ പപ്പയ്ക്ക് പൾസില്ല, കണ്ണ് നോക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണ് മുഴുവൻ എഡിമയായി ബ്ലീഡിങ് ആയിട്ട്. അപ്പം എനിക്ക് ശ്വാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട്, ഞാനൊരു നേഴ്സാണ്, പെട്ടെന്ന് അവിടുന്ന് ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ സൈക്കിളിൽ പപ്പ റിവൈവ് ചെയ്തു, റെസ്പോണ്ട് ചെയ്തു. അപ്പം എൻ്റെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർക്കെതിരെ ഞാൻ ചെറിയൊരു കേസ് കൊടുത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എത്ര ദേഷ്യത്തിലായിരുന്നു എന്നോട്. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞിനെ കാണാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. ഒരു മടിയും കൂടാണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പപ്പേനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കറക്റ്റ് സമയത്തിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ് ആണിത്. ഈ ആദ്യത്തെ സ്കാനിങ്ങിനകത്ത് CT സ്കാനിങ്ങിനകത്ത് ഇത് എപ്പിഡ്യൂറൽ ഹെമറേജ്, അതായത് ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്ങും പപ്പയുടെ ടെമ്പറൽ റീജിയനകത്ത് നല്ല പൊട്ടലും ഉള്ളതായിട്ടാണ് കാണിച്ചത്. ഡിസ്പ്ലേസ്ഡ് ബോൺ ഫ്രാക്ചർ എന്നായിരുന്നു കാണിച്ചത്. ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പം പൊട്ടി മാറിപ്പോയി എന്നാണ് അർത്ഥം.
അപ്പം അവർ പറഞ്ഞു ഇൻറ്റിബേഷൻ്റെ ആവശ്യമുണ്ട്, ആളെ തിരിച്ച് കിട്ടുമെന്ന് അറിയത്തില്ല, അങ്ങനെ പറഞ്ഞപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്യാൻ പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു പൈസ പ്രശ്നമല്ല, എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ അവർ എമർജൻസി ICU വാഹനത്തിനകത്ത് ഒരു ഡോക്ടറും 2 നേഴ്സുമാരും അടങ്ങുന്ന വാഹനത്തിൽ കോഴിക്കോടോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ആകപ്പാട് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത് കൃപാസനത്തിലെ പത്രം മാത്രമായിരുന്നു. അപ്പം പ്രാർത്ഥിച്ച് മാതാവിനോട്, മാതാവേ ഞാൻ അവർക്കെതിരെയായിട്ടുള്ള കേസ് പിൻവലിച്ചോളാം, പക്ഷേ എൻ്റെ പപ്പേനെ എനിക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ അവിടെ നിന്നിട്ട് മാതാവിനോട് പ്രോമിസ് ചെയ്ത് പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ പപ്പേനെ തിരിച്ചു തരുവാണെങ്കിൽ. അപ്പം കൃപാസനം പത്രം പപ്പയുടെ സ്ട്രെച്ചറിൽ വെച്ചിട്ട് കോഴിക്കോടോട്ട് വിട്ടു. അത്ഭുതം എന്നാണ് പറയേണ്ടത്, ശരിക്കും മിറാക്കിളാണ്. കോഴിക്കോട് എത്തി അന്നേ ദിവസം ചെയ്ത CT സ്കാനിനകത്ത് ഡിസ്പ്ലേസ്ഡ് പോൺ അൺഡിസ്പ്ലേസ്ഡ് എന്നാണ് വന്നിരുന്നത്. അൺഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടി അകന്നിരുന്ന പോണ് ഒന്നിച്ച് ചേർക്കപ്പെട്ടു. അവിടെ 5 mm തിക്നെസ് ഉണ്ടായിരുന്ന ബ്ലീഡിങ് ചെറിയ മിനിമൽ ബ്ലീഡിംഗ് ആയിട്ട് മാറി. അവിടെ എപ്പിഡ്യൂറൽ ഹെമറേജ് ഉണ്ടായിരുന്നില്ല, അത്രയും ഹെമറേജ് ഉണ്ടായിരുന്ന 5 mm തിക്നെസ് ഉണ്ടായിരുന്ന ഹെമറേജ് അത് ഒട്ടും തിക്നെസ്, അവിടെ ഒരു എപ്പിഡ്യൂറൽ ഹെമറ്റോമ കോസ് ചെയ്യാണ്ട് അത്രയും ക്ലീനായിട്ട് പപ്പയുടെ ആ മുറിവ് മാറ്റി. ഒരു ദിവസം പോലും അവരവിടെ അഡ്മിറ്റ് ചെയ്തില്ല. അവർ പറഞ്ഞു നിങ്ങളൊരു നേഴ്സല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യാം, ആ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പപ്പേനെ കൊണ്ടുവന്നു. ഞങ്ങളുടെ വീട്ടിലോട്ട് റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വെറും 5 ദിവസം മാത്രമാണ് പപ്പേനെ വെച്ചത്. പപ്പ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോഴും പപ്പ വണ്ടി ഓടിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യും, പണിയെടുക്കുന്നു. ഞങ്ങൾക്ക് പൈസയുടെ അത്രയ്ക്കും ടഫായിരുന്ന സമയത്ത് പോലും ഒരൊറ്റ പൈസ ഞങ്ങൾക്ക് പോക്കറ്റിൽ നിന്ന് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഒരു പ്രശ്നവും ഞങ്ങൾക്ക് വന്നില്ല. അതുകഴിഞ്ഞ് 2ാമത്തെ സാക്ഷി എന്ന് പറയുമ്പോൾ എനിക്ക് OET പഠിച്ച് ഇവിടുത്തെ നിയോഗത്തിൽ ഞാൻ 6 നിയോഗത്തിൽ എനിക്ക് OET പഠിച്ച് പുറത്ത് പോകണം, എനിക്ക് ഫാമിലിയോടൊപ്പം പോകണം എന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ എഴുതി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് എഴുതാൻ കിട്ടിയത്. അപ്പോൾ എഴുതിയപ്പോൾ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 2 B 2 C+ വരുന്നു, അതായത് മാൾട്ടയ്ക്ക് പോകാം എന്നൊരു രീതിയിൽ. അപ്പം മാൾട്ടയ്ക്ക് പോകണമെങ്കിലും 6 lakhോളം വേണം. അപ്പോൾ അത്രയും പൈസ ഉണ്ടാക്കാനും എൻ്റെ ഫാമിലീനെ സംബന്ധിച്ച് അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ മാതാവിനോട്, എന്നാലും എനിക്ക് മാതാവ് ഇത് തന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ പപ്പേനെ കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പം എന്നോട് ജീന സിസ്റ്റർ പറഞ്ഞു പപ്പേനെ കൊണ്ടുവരണം, പറഞ്ഞു ഇത്രയും വലിയ സാക്ഷ്യമല്ലേ, അതൊരു പപ്പേനെ കൊണ്ടുവന്നാലേ അതിൻ്റെ ഒരു ഇതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പപ്പേനെ കൊണ്ടുവരാൻ അടുത്ത പ്രാവശ്യം എന്ന്. അപ്പം അത് കൂടാണ്ട് ഞാൻ പോകാൻ നേരത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം നീ വരുമ്പം നീ വിസയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പം ഞാൻ ഇവിടുന്ന് പോയി 2ാമത്തെ പ്രാവശ്യം ഞാൻ ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ പ്രാർത്ഥിച്ച് തരുന്ന ഒരു കാശ് രൂപം തന്നു. കാശ് രൂപ എടുത്ത് ഞാൻ 2ാമത് വെറും 10 ദിവസത്തെ മാത്രം പിന്നെ ഓഫ്ലൈൻ ക്ലാസ് എടുത്ത് ഞാൻ എക്സാം എഴുതി. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം റിസൾട്ട് വന്നു. എല്ലാ മൊഡ്യൂളിലും B സ്കോർ കിട്ടി, എനിക്ക് UK സ്കോർ കിട്ടി. ഞാൻ പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞു തീർക്കാൻ. കാരണം ഈ 2 മാസത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ മാതാവേ. എനിക്ക് എക്സ്ട്രാ കരിക്കുലറായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട്, പപ്പയുടെ കാര്യമായിട്ടും ഫാമിലി പരമായിട്ടും. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഓക്കെയാണ് ഞാനുമായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ അത്യാവശ്യമായി ചോദിച്ച കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. ഈ ഞാൻ ചോദിച്ച കാര്യങ്ങൾ എനിക്ക് നേടിത്തരാൻ വേണ്ടി എന്നിലെ ചില കാര്യങ്ങൾ നേരെയാക്കേണ്ടതുണ്ടായിരുന്നു. അത് ആ 2 ഉടമ്പടിയുടെ സമയത്ത് അമ്മ അത് നേരെയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് എനിക്ക് തിരിഞ്ഞതാണ് 3ാമത്തെ ഉടമ്പടിയിൽ. എനിക്കെൻ്റെ രജിസ്ട്രേഷനിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ അമ്മ ഓരോന്ന് ക്ലിയർ ചെയ്തു. ഇപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് UK അപ്ലൈ ചെയ്യാം. പ്രോസസ്സിങ്ങിന് ഞാൻ കേരള രജിസ്ട്രേഷന് ഒരു തടസ്സം ഉണ്ടായിരുന്നു, മാറിക്കിട്ടി. അതിൻ്റെ രജിസ്ട്രേഷൻ വന്നു. ഇന്നോ നാളെയോ അതിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ എനിക്ക് വേറൊന്ന് പറയാനുള്ളത്, എനിക്ക് വാഹനം ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. 2 വീലറായിരുന്നു എനിക്ക് ഭയങ്കര പേടി. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, എല്ലാ പിള്ളേരും നിൻ്റെ പ്രായത്തിലുള്ളത് വണ്ടി ഓടിക്കും, നിനക്കൊന്നും അറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് സ്കൂട്ടി വാങ്ങി തന്നു. എനിക്ക് പട്ടിക്ക് മുഴുവൻ തങ്ങ കിട്ടിയ പോലെ എനിക്ക് അറിയത്തുമില്ല, ഓടിക്കാനും അറിയത്തില്ല. അപ്പം ഞാൻ വീട്ടിൽ കിടന്ന് വെറുതെ ഉരുട്ടി പഠിച്ചു. വെറും ഒരാഴ്ച കൊണ്ട് ഞാൻ സിറ്റി കൂടെ ഡ്രൈവ് ചെയ്ത് തുടങ്ങി. ഇപ്പം എൻ്റെ ആത്മവിശ്വാസം എനിക്ക് വയനാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇവിടം വരെ സ്കൂട്ടി എടുത്തുകൊണ്ട് വരാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാൻ കോഴിക്കോട്, പേരാമ്പ്ര എല്ലാ ഭാഗത്തൂടെ ഒറ്റയ്ക്ക് ഞാനിപ്പോൾ സ്കൂട്ടിക്ക് പോകും, എനിക്ക് പേടിയില്ല.
പിന്നെ മാതാവ് എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദിവസം മുഴുവൻ ഇവിടെ നിന്ന് പറഞ്ഞാലും തീരില്ല, അത്രമാത്രം ഉണ്ട്. പക്ഷേ എൻ്റെ മെയിനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളൂ. കോടാനുകോട് കാര്യങ്ങൾ ഇപ്പോഴും അന്ന് മുതലേ നടന്നുകൊണ്ടിരുന്നത് ഞാൻ റിയലൈസ് ചെയ്യാണ്ട് പോയ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ കെയർഫുള്ളായിരുന്നു എന്നത്. അപ്പം മെയിനായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് സെൻറ്റ് സ്കോളാസ്റ്റിക്ക ഹോസ്പിറ്റലിലാണ്. അവിടെ ഒരു ആതുര സേവന സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ അമ്മച്ചിമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ മാക്സിമം ടൈം അവരുടെ അടുത്ത് യൂട്ടിലൈസ് ചെയ്യാനും അവരുടെ സന്തോഷിപ്പിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒട്ടും കഷ്ടപ്പെടാണ്ട് എൻ്റെ അമ്മ എനിക്ക് സൈഡിൽ ആക്കി തന്നു. ഞാൻ എവിടെയും പോകേണ്ട വന്നില്ല, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് എങ്ങും പോകേണ്ട വന്നില്ല. എൻ്റെ ചുറ്റും എനിക്ക് ഒട്ടും സമയം അതിന് കണ്ടെത്തേണ്ട വന്നില്ല. എക്സ്ട്രാ ഒട്ടും ആരോഗ്യം കളയാണ്ട് ഒട്ടും അധ്വാനിക്കാതെ അമ്മ എനിക്ക് എല്ലാം സൈഡിൽ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് പോകുന്നുണ്ട്. ഞാൻ ഏറ്റവും സന്തോഷത്തോടെ എനിക്ക് അമ്മ തന്ന ആ സംവിധാനങ്ങളൊക്കെ ഞാനിപ്പം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പത്രം കിട്ടുമ്പോഴും കൃപാസനം പത്രം കിട്ടുമ്പോഴും അസുഖമുള്ളവർ വരുമ്പോൾ കൃപാസനം തൈലം കൊടുത്തും ഉടമ്പടി തൈലം കൊടുത്തുമൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകും. എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെയും കെട്ടിയവനെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി ആദ്യത്തെ ലീവിന് ഞാൻ ഞങ്ങൾ 3 പേര് പിന്നെ ഇവിടെ വരും സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഒരുപാട് അനുഭവം ഇപ്പോൾ ഒരു ദിവസം നിന്ന് പറഞ്ഞാൽ പോലും തീരാത്തത്ര അനുഭവങ്ങൾ ഉള്ള വ്യക്തികളെയാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മകൾ പറഞ്ഞു അസാധ്യമാണെന്ന് കരുതിയ എന്നാൽ സാധ്യമായി തീർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ ആരംഭം, ഒരു ഉടമ്പടിയുടെ ആരംഭം ഇതിൽ ആരോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്നോ കൊടുത്തൊരു പത്രത്തിൻ്റെ കാര്യമാണ് ഇവിടെ റെഫറൻസിൽ ഫസ്റ്റ് വരുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു പക്ഷേ അത് മേടിക്കുന്ന 100% പേരും അത് സ്വീകരിക്കുമോ, അത് കൊടുക്കാതിരിക്കുമോ. പക്ഷേ അത് ഏത് സാഹചര്യത്തിലാണ് ആ പത്രം, അല്ലെങ്കിൽ എപ്പോഴും ജോസഫച്ചൻ പറയണത് പോലെ ഒരു മാതാവിൻ്റെ കരം പോലെ, ഒരു പ്രത്യാശ പോലെ ഒരുപാട് ജീവിതത്തിൽ നിങ്ങളിവിടെ യൂട്യൂബിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പേര് കണ്ടിട്ടുള്ള സാക്ഷ്യങ്ങളുടെയൊക്കെ ആരംഭം ഇതുപോലെ വെച്ചിട്ട് പോയതും മറന്നുപോയതും കൊടുത്തതുമായിട്ടുള്ള ഈ ഒരു പത്രത്തിൽ നിന്ന് ഒരു പക്ഷേ മാതാവിൻ്റെ കരമാണെന്ന് പോലും നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട വലിയൊരു സാന്നിധ്യം മാതാവ് ഇതിലൂടെ നൽകുന്നുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കയ്യിൽ കാശ് രൂപമോ ഉടമ്പടിയിലെ വസ്തുക്കളൊന്നുമില്ല. അപ്പം അന്ന് അന്ന് തലയണയുടെ അടിയിൽ വെച്ചിരുന്ന പത്രം ജീവിതം അവസാനിപ്പിക്കുവാനായിട്ടൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിളിച്ചു പോകുന്ന സമയത്ത് അത് ആ കുഞ്ഞ് തന്നെ എടുത്ത് കരങ്ങളിൽ കൊടുത്തതിന് ശേഷമാണ്. അങ്ങനെയാണ് ഈ സാക്ഷ്യത്തിൻ്റെ ആരംഭം ഉണ്ടാകുന്നതും. പിന്നീട് നെക്സ്റ്റ് അത് ബൈബിളിലേക്കാണ് വരണത്. അപ്പോൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ വെറുതെ കേട്ടു പോരുത്. അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതിൽ. പിന്നീട് ബൈബിളിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദേശം യെശയ്യാ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതും പിന്നീട് അങ്ങോട്ട് ഈ ജീവിതം വീണ്ടെടുത്ത് ഇന്ന് ഈ അൾത്താര വരെ വന്ന് നിൽക്കുന്ന വിശ്വാസയാത്ര വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞു. അതിൽ നമ്മൾ പറയുന്ന പോലെ മാതാവ് ചിലപ്പോൾ ഈ 3 പുതുക്കായിട്ടും ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് തോന്നി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് തന്നെ ഒരു ബോധ്യം നൽകിയിട്ടാണ് ആൾത്താരെ നിൽക്കുന്നത്. തൻ്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും മാതാവ് ക്രമീകരിക്കുന്നുണ്ട്. അപ്പച്ചന് ലഭിച്ച സൗഖ്യം ക്രമീകരിക്കുന്നതോടൊപ്പം ഈ മകളുടെ ജീവിതവും കൂടി ക്രമീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരുമിച്ച് വരികയാണ്. ഒരു പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം അതാണ്, പരസ്പരം മാറി ജീവിക്കുവാനുള്ളൊരു തീരുമാനത്തിൽ നിന്ന്. ഇതിപ്പോൾ ആദ്യത്തെ സാക്ഷ്യമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വന്ന സാക്ഷ്യങ്ങളുണ്ട്. അപ്പം ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സെറ്റിൽമെൻറ്റ് നടത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരു കാര്യം അറിയേണ്ടത്, ദൈവത്തിനോട് ചേർന്ന്, അതുകൊണ്ട് കർത്താവ് എപ്പോഴും പറയണം, നിങ്ങൾ എന്നിലും നിലനിൽക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കുമെന്നൊക്കെ പറയുന്ന വചനത്തിൻ്റെ ഒരു ഇതാണ്. ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഇത് തന്നെ. അപ്പോൾ അത് ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പരീക്ഷയെല്ലാം എഴുതി ദൈവം ക്രമീകരിക്കുന്നു. ഒപ്പം ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയുന്ന ഉടമ്പടിയിൽ വല്ലാത്തൊരു സംഭവമുണ്ട്. അതായത് ഇത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ തീക്ഷ്ണതയോടെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു. ഒപ്പം മാതാവിൻ്റെ വലിയൊരു പ്രസൻസ് ഉടമ്പടി വസ്തുക്കളിലൂടെ ലഭിച്ചു എന്നും പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് ഇതിൽ കൃപാസനം പത്രം എന്നത് തന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനൊരു പ്രസൻസ് അനുഭവിക്കാൻ പറ്റണം. ഏറ്റവും അവസാനം ഇന്ന് അൾത്താര വരെ വന്ന് നിൽക്കുമ്പം ഒരുപാട് അനുഭവങ്ങളുമായിട്ട്, ഒരു പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു വിഷയമേ അല്ല. കർത്താവ് ചില ഉപമകൾ അവസാനിപ്പിക്കുമ്പോൾ പറയും, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഒരു പക്ഷേ ചില സാക്ഷ്യങ്ങൾ അങ്ങനെയാണ്. വിശ്വസിക്കുവാനുള്ള എല്ലാ യുക്തിയും വ്യക്തമായിട്ട് ഒരു പ്രൊഫഷണൽ നേഴ്സായതുകൊണ്ട് തന്നെ വിത്ത് ഡോക്യുമെൻറ്റ്സിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇതാണ് സംഭവിച്ചത്, ഇങ്ങനെ സംഭവിക്കണം. കാരണം അവർ പഠിച്ചവരാണ്. അപ്പോൾ അത്രയും ബോധ്യത്തിൽ പറയുന്നു. ഇനി ദൈവം തിരഞ്ഞെടുത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അഭിഷേകം ലഭിക്കട്ടെ, ദൈവം തിരഞ്ഞെടുക്കേണ്ടത് പ്രാർത്ഥിക്കുന്നത്. നേരെ പ്രത്യേകിച്ച്
നമ്മൾ കേട്ട സാക്ഷ്യത്തെ പ്രതിയും ദൈവം ഇടപെട്ട ഈ മാർഗത്തെ പ്രതിയും വരെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച ആ വിശ്വാസത്തിൽ ലഭിച്ച ഇത്രയും അനുഭവങ്ങളെയും പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ. എൻ്റെ പേര് ഷാരോൺ, കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. 2022 ഒക്ടോബർ 16 ഞാൻ ഉടമ്പടി എടുത്തത്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. ഇവൻ 1 വർഷമായിട്ട് തളർന്ന് നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരുന്നു. ഇവന് ആംഗിൾ ജോയിൻറ്റിന് ഫ്രാക്ചറായിരുന്നു. 1 മാസം പ്ലാസ്റ്റർ ഇട്ടിരുന്നു. പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷവും ഇവന് നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സും ടെസ്റ്റുകളെല്ലാം ഞങ്ങൾ നടത്തി. MRI പോലെയുള്ള ടെസ്റ്റുകൾ, പിന്നെ വീനസ് ഡോപ്ലർ, അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നടത്തി. ഇവന് ഒന്നിലും ഒരു പ്രോബ്ലംസും ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ കുട്ടിക്ക് നടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കുട്ടി തളർന്ന് ബെഡ് റിഡൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ബാത്റൂമിൽ വരെ തന്നെ പോകാൻ പറ്റില്ല, ഞാൻ എടുത്തുകൊണ്ട് പോകണം, അങ്ങനെയുള്ളൊരു സ്ഥിതിയായിരുന്നു. നമ്മൾ അടുത്തു കൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ വൈബ്രേഷൻ വരെ കുഞ്ഞിന് വേദന ഉണ്ടാക്കുമായിരുന്നു. താഴെ റോട്ടിൽ കൂടി പോകുന്ന വണ്ടികളുടെ സൗണ്ട് വരെ കുഞ്ഞിന് വേദനയാണ്. അങ്ങനെ ഒട്ടും മൂവ്മെൻറ്റ്സ് പറ്റില്ല. ആഴ്ചകളോളം വെറും പുതപ്പ് മാത്രം പുതച്ച് കൊച്ചിരിക്കുമായിരുന്നു. ഡ്രസ്സൊന്നും ഇടിക്കാൻ പറ്റില്ല, വേദന കാരണം അനങ്ങാൻ പറ്റില്ല. എങ്ങനെ ഞാൻ എന്നും എപ്പം ബാത്റൂമിൽ എവിടെയാണെങ്കിലും എങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിലും ഞാൻ കൊണ്ടുപോകണം. ഇവനെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് പുറത്തേക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, കുട്ടി ഇത്രയും സിക്കായിട്ടിരുന്ന സ്ഥിതിയിൽ. അങ്ങനെയാണ് മാതാവിൻ്റെ ജപമാല റാലി വരുന്നത്. ജപമാല റാലി തുടങ്ങുന്നതിന് 1 മാസം മുന്നേ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം. എനിക്ക് വലിയ വിശ്വാസമായിരുന്നു ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ എൻ്റെ കുട്ടി നടക്കുമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. ജപമാല റാലിയുടെ അന്ന് വെളുപ്പിന് 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. അന്ന് കുഞ്ഞ് അപ്പം എഴുന്നേറ്റിട്ടില്ല. ഇവനെ ബാത്റൂമിലൊന്നും കൊണ്ടുപോകാതെയാണ് ഞാൻ പോകുന്നത്. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു. ജപമാല റാലി പങ്കെടുത്ത് തിരിച്ച് 8 മണിക്കാണ് ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത്. ഞാൻ തിരിച്ച് ചെല്ലുമ്പം അമ്മയാണ് കുഞ്ഞിനെ നോക്കുന്നത്, എൻ്റെ അമ്മ പറഞ്ഞു, കുഞ്ഞ് പയ്യെ നിരങ്ങി ബാത്റൂമിൽ പോയി. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അനങ്ങാൻ പോലും പറ്റാതിരുന്ന കുഞ്ഞ് പയ്യെ നിരങ്ങി ബാത്റൂമിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ കുഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധ അമ്മ വലിയൊരു അത്ഭുതം ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കൊച്ച് നന്നായിട്ട് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ കുട്ടികളെയും പോലെ 1 വർഷമായിട്ട് ഇവ നടക്കില്ലായിരുന്നു. ഞങ്ങൾ വീൽ ചെയറിലൊക്കെ ആയിരുന്നു എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. നന്നായിട്ട് എല്ലാ കുട്ടികളെയും പോലെ നടക്കാനും ഓടാനും ചാടാനും കളിക്കാനും സൈക്കിൾ ചവിട്ടാനും എല്ലാം തുടങ്ങി. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ജോലിയെ സംബന്ധിച്ചാണ്. ഞാനൊരു BSc നേഴ്സാണ്. പക്ഷേ ഞാൻ 3 ചെറിയ കുട്ടികളായതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു 12 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു. പിന്നെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു ഞാൻ. പക്ഷേ എനിക്കറിയാമായിരുന്നു എനിക്ക് ഇത്രയും വർഷം ഗ്യാപ്പ് ആയതുകൊണ്ട് എനിക്ക് ആരും ജോലി തരില്ല എന്നെനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ ഡിസംബർ 15 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മ എൻ്റെ കൂടെ വരണം, ഇത്രയും ഗ്യാപ്പുള്ള എനിക്ക് ആരും ജോലി തരില്ല. അപ്പം അമ്മ തന്നെ വന്ന് എനിക്കൊരു ജോലി വാങ്ങിത്തരണം. അങ്ങനെ എൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാനൊരു അപേക്ഷ കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും കാശുരൂപമൊക്കെ ആയിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ എന്തൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പരിശുദ്ധ അമ്മയെ കൂട്ടി വിളിച്ചാൽ പോകുന്നത്. അങ്ങനെ ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ ചെയ്തു. അമ്മേൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. ഉടമ്പടി ഉപ്പ് ആ ഗേറ്റിൻ്റെ പുറത്ത് ആരും ചവിട്ടാത്തടുത്ത് വെതറി അമ്മേനെ കൂട്ടി വിളിച്ച് ഞാൻ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ച് അകത്ത് ചെന്ന് ആപ്ലിക്കേഷൻ എനിക്ക് തരാമോ, എങ്ങനെ ഇവിടെ പോസ്റ്റ് വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. ഞാൻ നഴ്സിംഗ് ട്യൂട്ടറായിട്ടാണ് അപേക്ഷിച്ചത്. അവർ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഞങ്ങൾ എടുക്കാൻ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ വിളിച്ച് അതിലും ഞാൻ ഇതേപോലെ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റൊക്കെ ചെയ്ത് ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ച് ധൈര്യത്തോടെ എനിക്ക് കിട്ടുന്നുള്ള വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയെ കൂട്ടി വിളിച്ച് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ദയനീയമായിട്ട് അവരെനിക്ക് തന്നില്ല. കാരണം ഇത്രയും വർഷം ഗ്യാപ്പ് ആയതുകൊണ്ട് തരാൻ സാധിക്കില്ല എന്നുള്ള രീതിക്കുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, അധികൃതരുടെ ഭാഗത്തു നിന്ന്. അങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് തരും എന്ന് പറഞ്ഞതല്ലേ,
ഞാനങ്ങനെ സങ്കടപ്പെട്ടു. എങ്കിലും അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെട്ട് എനിക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനും വേറൊരു കുട്ടിയുമായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ കുട്ടിക്ക് യാദൃശ്ചികമായിട്ട് ആ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ വരികയും ആ വേക്കൻസിയിലേക്ക് എന്നെ അവർ എടുക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാലറിയിൽ ഈശോ എനിക്കവിടെ ജോലി തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അത് ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ വെച്ച രണ്ടാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ജോലി. ആദ്യത്തെ നിയോഗം എൻ്റെ കുഞ്ഞ് നടക്കണമെന്നായിരുന്നു. 2 നിയോഗങ്ങളും പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു. മൂന്നാമത് ഞാൻ വെച്ചൊരു നിയോഗം എൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു. അവന് 37 വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ലായിരുന്നു. പല കാരണങ്ങളാൽ വിവാഹം ഒഴിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസം ഞാൻ ജപമാല റാലിയിൽ സംബന്ധിച്ചു. നവംബർ മാസം അവൻ്റെ വിവാഹം പെട്ടെന്നൊരു ആലോചന വരികയും അവൻ്റെ വിവാഹം അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ നടത്തി തന്നു. ഈ 3 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഈശോ തന്നത്. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ദൈവവുമായിട്ട് ഒത്തിരി എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനറിയില്ല. നമ്മളൊരു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനോട് ഒത്തിരി സ്നേഹത്തോടെ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും എൻ്റെ ഈശോയ്ക്ക് ഇത് ഇഷ്ടമാണോ എന്ന് ആലോചിക്കാൻ തുടങ്ങി. വലിയ ദൈവസ്നേഹാനുഭവം എൻ്റെ ഹൃദയത്തിൽ നിറയാൻ തുടങ്ങി. എപ്പോഴും നമ്മൾ പ്രാർത്ഥനാ ജപങ്ങൾ ചൊല്ലുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയത്തിൽ നിന്ന് ആവി ഉയരുന്നത് പോലെ കർത്താവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിന്നും പൊങ്ങി വരുന്നത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അങ്ങനെ വലിയ ദൈവസ്നേഹാനുഭവത്താൽ ഉടമ്പടിയിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ അറിയാൻ തുടങ്ങി. പരിശുദ്ധ കുർബാനയിൽ എന്നും തന്നെ സംബന്ധിക്കും. ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന ഒഴിവാക്കി കളയാൻ പറ്റില്ല. പിന്നെ മിനിമം 1 മണിക്കൂറെങ്കിലും അതിലും കൂടുതലും സമയം പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ സംബന്ധിച്ചിരുന്ന് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ തരുന്നു. അതെല്ലാം ഉടമ്പടിയിൽ പ്രവേശിച്ചതിന് ശേഷം ദൈവം തന്ന ഒത്തിരി പരിശുദ്ധ അമ്മ വഴി തന്ന കൃപകളാണ്. ഉടമ്പടി പിന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ചുറ്റുമുള്ളവരിൽ ഈശോയെ പങ്കുവയ്ക്കുവാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരിലേക്കും ഈശോയെ പകർന്നു കൊടുക്കാൻ, ഈശോയുടെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കാവുന്ന വിധത്തിലെല്ലാം. പിന്നെ കൂടെയുള്ളവർക്ക് സാമ്പത്തികമായിട്ടുള്ള എൻ്റെ കൺമുന്നിൽ വരുന്ന രോഗികളെയും അവശരെയും ഞാൻ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടും അല്ലാതെയും എല്ലാം എനിക്ക് പറ്റുന്നത് പോലെയുള്ള കാരുണ്യ പ്രവൃത്തികൾ അങ്ങനെയെല്ലാം എൻ്റെ ചുരുങ്ങിയ സാഹചര്യത്തിൽ നിന്ന് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 സാക്ഷ്യങ്ങളേറെ, പ്രത്യേകിച്ച് മകൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടവന് നടക്കുവാനായിട്ട് പറ്റാതിരുന്നൊരു സാഹചര്യത്തിൽ ജപമാല റാലിയാണ് ഈ 2 നിയോഗങ്ങൾ, ഒന്ന് ജോലിയെക്കുറിച്ചുള്ളതും ഒന്ന് ഈ കൂടെ നിൽക്കുന്ന മകൻ്റെ സാക്ഷ്യത്തിനും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അഖണ്ഡ ജപമാല റാലി എന്ന് പറയുന്ന എല്ലാവരുടെയും സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു ദൈവിക ഇടപെടലിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രൈം മൊമെൻറ്റ്സ് ആയിട്ട് പല സാക്ഷ്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു സമയം അഖണ്ഡ ജപമാല റാലിയും മറ്റൊരു സമയം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസവും തീയതിയുമാണ്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് എന്താണ് അതിനത്തിന് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും അറിയാം സഭയിൽ എപ്പോഴും ഒരു കൂട്ടായ പ്രാർത്ഥനയാണ് എപ്പോഴും നടക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ എന്തുകൊണ്ടാണ് 5:30 തന്നെ മോർണിംഗ് പ്രെയർ, രാവിലത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ മക്കളായിട്ട് ഉള്ള എല്ലാവരും, ഒരു ജാതിയും മതമൊന്നുമില്ല, പക്ഷേ ഉടമ്പടി എടുത്ത എല്ലാവരും 5:30 ഒരു നിയോഗത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു കളക്റ്റീവ് പ്രെയറിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു എഫക്റ്റ് അത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ഒരു ബോധ്യമുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഉടമ്പടിയിലെ ഭാഗമായിട്ട് തന്നെയുള്ള ഈ അഖണ്ഡ ജപമാലയിൽ നിങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്നും വിദൂര നാടുകളിൽ നിന്ന് പോലും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പ്രാർത്ഥിച്ച് വെറുതെ ഒരു ഈവൻറ്റിന് വേണ്ടി വരികയല്ല, അവരെല്ലാം വ്യക്തിപരമായിട്ട് കുമ്പസാരമുള്ളവരാണെങ്കിൽ കുമ്പസാരിച്ചൊരുങ്ങി ഒരുപാട് നിയോഗങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഉടമ്പടിയിൽ നിൽക്കുന്നവരാണ് വരുന്നത്. ഒരു 2, 3, 4 ലക്ഷത്തിനടുത്ത് പേര്, ഇത്രയും പേര് പ്രാർത്ഥിച്ച് ഒരുമിച്ച് അമ്മയുടെ നാമം വിളിച്ച് അപേക്ഷിച്ച് ഈ തെരുവോരത്തൂടെ നടന്ന് അർത്തിങ്കലേക്ക് നടക്കുന്ന ഈ വലിയൊരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഈ ഒരു വിശുദ്ധ യാത്ര നമുക്കെപ്പോഴും ദൈവസാന്നിധ്യം കൂടുതലുള്ളത്. അപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും അപ്പം ആ ഒരു സാക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അന്നത്തെ ഒരു റാലിക്ക് ശേഷം തിരികെ ചെല്ലുമ്പോൾ ഈ നിയോഗം വെച്ചാണ് ആ ഒരു റാലി മുൻപോട്ട് നടന്നതും പ്രാർത്ഥിച്ചതും. തിരികെ അന്നത്തെ ആ സമയം തന്നെ
ഈ കുഞ്ഞിനവിടെ സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ഇത് കർത്താവ് സുവിശേഷത്തിൽ പറയുന്ന, അതായത് രാജസേവകൻ്റെ മകൻ സുഖപ്പെടുന്നൊരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. അതായത് കർത്താവിനെ ചെന്ന് കണ്ട് കർത്താവ് സുഖപ്പെടുമെന്ന് പറയുന്ന ആ സമയവും ആ രാജസേവകൻ സുഖപ്പെട്ട സമയവും തമ്മിൽ അഭൃത്യം എന്ന് പറയുന്നൊരു രംഗമുണ്ട് ബൈബിളിൽ. അതായത് നമ്മുടെ ഈ സമയം, പ്രാർത്ഥിക്കുന്ന സമയം, ദൈവം ഇടപെടുന്ന സമയം, ഇതൊക്കെ എപ്പോഴും വിശ്വാസം ഉള്ളവർക്ക് അത് ചേർത്ത് വായിക്കുമ്പോൾ ദൈവം അത് ബോധ്യപ്പെടുത്തി തരും. ആ ഒരു ബോധ്യത്തിലാണ് ഇന്നിവിടെ ആ കുഞ്ഞുമായിട്ട് വന്നത്. ഒപ്പം തൻ്റെ ജോലിയുടെ സാക്ഷ്യം പറയുമ്പോഴും ഒരു പക്ഷേ ആദ്യം അത് ലഭിക്കാതിരിക്കുമ്പോഴും വീണ്ടും വേണമെങ്കിൽ ഇട്ടിട്ട് പോകാമല്ലോ. പ്രാർത്ഥനയും നമുക്ക് മാറാനായിട്ടുള്ള ആവശ്യത്തിലേറെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. വീണ്ടും ദൈവം തന്നെ അത് നമ്മുടെ മെറിറ്റിനാലല്ല, ദൈവം തന്നെ നൽകിയതാണെന്നുള്ളൊരു ബോധ്യം നൽകി അത് ലഭിച്ചു എന്നുള്ളത്. ഒപ്പം വ്യക്തിപരമായിട്ട് ഒരു ദൈവസ്നേഹത്തിൽ നിറയുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇതിനേക്കാളും മുകളിലാണ് ഇതെല്ലാം. അതായത് ദൈവസ്നേഹം നിറയാന്നൊക്കെ പറഞ്ഞ് ഒരാൾക്ക് ഇൻറ്റിമേറ്റായിട്ട് ഈശോയും മാതാവിനോടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അവാച്യമായ, വാക്കുകൾക്ക് അതീതമായൊരു അടുപ്പവും സ്നേഹവും ഒക്കെ ഉടമ്പടിയിലൂടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പിന്നെ അതിലേക്കുള്ള യാത്രയിൽ ചവിട്ടുപടിയായിട്ട് മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം നിലനിൽക്കുന്നത്. നേരെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ദൈവിക അനുഭവത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്, അല്ല എത്താനായിട്ട് പരിശുദ്ധ അമ്മ അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച സൗഖ്യത്തിനെ പ്രതിയും ഒപ്പം ലഭിച്ച ജോലിയും അതിനേക്കാളും അപ്പുറം ലഭിച്ച ആത്മീയമായിട്ടുള്ള വലിയൊരു ബോധ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് പ്രീതി. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പൂങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വരുന്നു. ഞാൻ ഇപ്പോൾ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നിന്ന് പറയുന്നത്. ഈ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ദൈവകുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ മൂത്ത മകൻ, ഏദൻ എന്നാണ് പേര്. കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി സ്കൂളിൽ നിന്ന് വരുന്ന വഴി, മോൻ സ്കൂളിൽ പോകുന്നത് സൈക്കിളിനാണ്. സൈക്കിളിൽ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് സൈക്കിളിൻ്റെ ബ്രേക്ക് പൊട്ടി. നല്ലൊരു ഇറക്കത്ത് വെച്ച് ബ്രേക്ക് പൊട്ടി. ബ്രേക്ക് ഇല്ലാതെ പോയി ഒരു പോസ്റ്റേ പോയി ഇടിച്ച് കുഞ്ഞ് ഒരു ആക്സിഡൻ്റായി. അവിടെ നിന്നും പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ അവന് അൺകോൺഷ്യസായി. പൈപ്പ് തുറന്നു വിട്ട് വരുന്നത് പോലെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. ഞാൻ മാത്രമേ അവൻ്റെ കൂടെ ഉള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പത്തനംതിട്ട ഒരു ഹോസ്പിറ്റലിൽ കയറി. അവിടെ ചെന്നപ്പം തന്നെ അവർ പറഞ്ഞു കണ്ടീഷൻ വളരെ മോശമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നിങ്ങൾ എത്രയും വേഗം ആരെങ്കിലും വിളിച്ച് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞേച്ച് ഒരു CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തപ്പോഴത്തേക്ക് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള ബോണ്, മുഖത്തുള്ള എല്ലാ ബോണുകളും മൾട്ടിപ്പിൾ ഫ്രാക്ചറായി. കണ്ണിന് ചുറ്റുമുള്ള ബോണുകളൊക്കെ 3-4 പീസായിട്ട് പൊടിഞ്ഞിരിക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ കാലിനും ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അവൻ അൺകോൺഷ്യസ് ആണ്. BP, പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ് എല്ലാം പോയി. ഹാർട്ട് റേറ്റ് 20 താഴേക്ക് പോവുകയാണ്. അവർ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പറഞ്ഞു 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ എത്തുക. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നൊരു കാര്യം കൂടെ അവർ പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ, ഒരു അമ്മയുടെ വേദന നിനക്കറിയാം, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയം എനിക്കത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം എൻ്റെ പേഴ്സിലുണ്ടായിരുന്നു. ഞാനത് കയ്യിൽ വെച്ച് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ, എൻ്റെ മകൻ്റെ കൂടെ വേണേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ICU ആംബുലൻസിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക്, ന്യൂറോ സർജനുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സമയമില്ല, 20 മിനിറ്റിനുള്ളിൽ അടുത്ത ആശുപത്രിയിൽ എത്തണം എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അടുത്ത ആശുപത്രിയിലേക്ക്, കോഴഞ്ചേരി മുത്തൂറ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജനുണ്ട്, അവിടെ എത്തിച്ചു. അവിടെ എത്തിച്ചപ്പോഴും ഇവൻ അൺകോൺഷ്യസ് ആണ്, ഒരു ബോധവുമില്ല, ഒന്നുമില്ല. അവിടെ ചെന്നു അവരവിടെ കയറ്റി എന്തൊക്കെയോ ഇഞ്ചക്ഷനുകളൊക്കെ കൊടുത്തു. ഒരു 2 മണിക്കൂറൊക്കെ ആകാറായപ്പോഴത്തേക്ക് അവൻ ചെറുതായിട്ട് കണ്ണ് തുറന്നു. ചെറിയ തോതിൽ അവൻ ഞങ്ങളോട് സംസാരിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു CT കൂടെ എടുക്കാം. ആ CT എടുത്തപ്പോഴും പറഞ്ഞു ബ്ലീഡിങ് ഉണ്ട്. തലയിലെ കംപ്ലീറ്റ് ഏതൊക്കെ ക്യാവിറ്റികളുണ്ടോ അവിടെ മൊത്തം ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നുണ്ട്. ബ്ലഡ് നിറഞ്ഞ് കിടക്കുവാണ്. അവനെ നമുക്ക് ന്യൂറോ ICUയിലേക്ക് ഒബ്സർവേഷനിലേക്ക് മാറ്റുവാണ്. നാളത്തേക്ക് ഇത് കുറയുമായിരിക്കും, കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ആ CT എടുത്തപ്പം ദൈവം സഹായിച്ചൊരു വലിയ ഭാഗ്യമുണ്ടായി. കുഞ്ഞിൻ്റെ ബ്രെയിനിലേക്ക് ബ്ലീഡിങ് ഇല്ല, ഇൻറ്റേർണൽ ബ്ലീഡിങ് ബ്രെയിനിലേക്ക് വന്നിട്ടില്ല. അവൻ്റെ തൊട്ടു പുറത്തുള്ള ലെയറിൽ
ബ്ലീഡിങ് വന്ന് നിൽക്കുകയാണ്, ബ്രെയിനിലില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറിയുടെ ഒരാവശ്യവുമില്ല, അല്ലാതെ തന്നെ കുഞ്ഞ് റിക്കവറാകും, കെയറിങ് മാത്രം മതി എന്ന് പറഞ്ഞു. ഒരാഴ്ച അവൻ ICUവിലായിരുന്നു. അതിനുശേഷം എന്നാലും 2-3 മാസം കംപ്ലീറ്റ് റെസ്റ്റാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതിനിടയിൽ ഒരു ദിവസം ഇവിടം വരെ ഒന്ന് കൊണ്ടുവന്നു, ജസ്റ്റ് മോനെ ഒന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി. അന്ന് ഇവനെ അവിടെ അധികം നേരം നിർത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവൻ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവനെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ മുന്നിൽ നിർത്തി ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ കുഞ്ഞ് ഓക്കെ ആയി. ചെറിയ തോതിലുള്ള തലവേദനകളും കാര്യങ്ങളുമേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു ഇതൊരു മിറക്കിളാണ്. അവനെ നോക്കി ഡോക്ടർ പറഞ്ഞു ബ്രെയിനിൽ മാത്രം വന്നില്ല, അതുപോലെ തന്നെ മുഖത്തുള്ള കംപ്ലീറ്റ് ബോണിനും ഫ്രാക്ചർ വന്നപ്പോഴും അവൻ്റെ സ്കൾ ബോണ് ഒന്നും സംഭവിച്ചില്ല. സ്കൾ ബോണിന് ഒരു ക്രാക്ക് പോലും വന്നില്ല. മുഖത്ത് ഈ ഒരു സൈഡ് തൊട്ട് താഴെ വരെ മൊത്തം ബോണും ഫ്രാക്ചറാണ്. സ്കൾ ബോണിന് എന്നെ ഒരു കുഴപ്പവും പറ്റാതെ മാതാവും തിരുക്കുമാരനും കൂടെ എൻ്റെ പൈതലിനെ കാത്തു. ഇന്നവൻ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നു. അതിന് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ഈ ഒരു സ്ഥലത്തിന് എല്ലാം മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ പോയുമ്പോഴും ഈ ഉടമ്പടി എടുത്തത് കാരണം പലരും എന്നെ കളിയാക്കും, നീ ഉടമ്പടി എടുത്തിട്ട് എന്തുകൊണ്ട് നിനക്കിങ്ങനെ വന്നു എന്ന് പറയുമ്പോഴും ഞാൻ പറയും ആ ഉടമ്പടിയുടെ ബലത്തിൽ എൻ്റെ മാതാവിനെ ശക്തിയിൽ നടത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പവും കൂടാതെ ഞാൻ നടക്കുന്നു. എനിക്കതിൽ യാതൊരു ഇതുമില്ല. അതുപോലെ തന്നെ ഞാനൊരു ലാബ് നടത്തുകയാണ്. ആ ലാബിൽ വരുന്ന എല്ലാവരോടും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പറയുന്നതാണ്. ആ ലാബിൽ വരുന്ന ഒരുമാതിരി എല്ലാ ആൾക്കാരോടും ഞാൻ എൻ്റെ കുഞ്ഞിന് കിട്ടിയ സൗഖ്യം വെച്ച്, മാതാവിനിക്ക് എന്ന സൗഖ്യം വെച്ച് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയിൽ വരാനേലും അവിടെ ഞാൻ അനാഥാലയത്തിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒക്കെ ഫുഡിനുള്ള പൈസ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും. അതിനേക്കാൾ ഉപരി ലാബിൽ വരുന്ന നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ടെസ്റ്റുകൾ ചെയ്തു കൊടുക്കും. പുറത്തേക്കുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് ഞാൻ എത്ര രൂപ മാത്രം വാങ്ങിക്കുന്നു ആ പൈസ മാത്രം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ പത്രങ്ങളായാലും എല്ലാം ക്രൈസ്തവ മേഖലകളിലും ഒക്കെ ഞാൻ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവം തന്ന മറ്റൊരു അനുഗ്രഹമാണ് ദേഷ്യം കുറച്ചു. ഭയങ്കരമായ ദേഷ്യവും മുൻകോപവുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ദേഷ്യം അതിനൊക്കെ ഒരുപാട് കുറച്ചു കഴിഞ്ഞു. എങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ സാക്ഷ്യം എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചു. പുള്ളി നോർത്ത് ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. പുറത്തേക്കൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പുള്ളിക്ക് ഒരു 8 മാസത്തെ ഒരു പ്രൊജക്റ്റ് ഇപ്പോഴത്തെ കമ്പനിയിൽ നിന്നും ആഫ്രിക്കയിലേക്ക് കിട്ടി. നല്ലൊരു സാലറിയിലേക്ക് പുള്ളി ഒരു ജോലി കിട്ടി. പുള്ളി നാളെ അവിടെ നിന്ന് ആഫ്രിക്കയ്ക്ക് പോകുകയാണെന്നും പറഞ്ഞ് എന്നെ ഇപ്പം വിളിച്ച് എനിക്കൊരു മെസ്സേജും തന്നു. ഇത്രയൊക്കെ നന്മകൾ നൽകി തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ജോബിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും തനിക്കുള്ളതെല്ലാം എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറയുന്ന ജോബിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ജീവിതത്തിൽ ആകസ്മികമായുണ്ടായ അപകടം, ആ അപകടത്തിൽ ഈ മകൻ എങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയി, ആ മകന് യാതൊരു ഹോപ്പുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് തള്ളിക്കളഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ മകനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുവാൻ തനിക്കായത് തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഉടമ്പടി കാശുരൂപം പരിശുദ്ധ അമ്മയെ കൂട്ടുവിളിച്ചുകൊണ്ട് പോകുന്നു. വേറെ ആരും കൂടെയില്ല. ജീവിതത്തിൽ അമ്മ കൂടെയുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മോട് പറയുന്നത്. അതുകൊണ്ട് കൃപാസനത്തിൽ ഓരോ ദിവസവും അമ്മയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന കൃപകളുടെ അനുഗ്രഹ വർഷം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മ നമുക്ക് നൽകുന്ന കൃപകൾക്ക് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം എങ്ങനെ ഈ മകള് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നു എന്ന് നാം കേട്ടു. അങ്ങനെ ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഈ മകനെ ലഭിക്കുകയും അമ്മയുടെ മുൻപിൽ സാക്ഷ്യം പറയുവാൻ വന്നപ്പോൾ തന്നെ തൻ്റെ ഹസ്ബൻഡിന് കുറച്ച് നാളുകളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊമോഷൻ ലഭിക്കുന്നു. പുതിയൊരു പ്രോജക്റ്റ് ലഭിച്ച് ആ മകന് വിദേശത്തേക്ക് പോകുവാൻ ലഭിച്ചു എന്നുമാണ് നാം കേട്ടത്. നമുക്ക് ഒന്നും ആകസ്മികമായിട്ട് നടക്കുന്നില്ല, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതാണ്. അതിന്
ദൈവ പദ്ധതിയോട് നമ്മെ തന്നെ കൂട്ടിച്ചേർത്ത് വയ്ക്കണമെന്ന് മാത്രം. അതിനാണ് ഉടമ്പടി നമ്മെ സഹായിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ശ്രീജ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ ഇവിടെ എനിക്ക് ഈ മൈക്ക് പിടിച്ച് ഈ വേദിയിൽ നിൽക്കാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. മാതാവിൽ എനിക്ക് വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചിരുന്നു. അങ്ങനെ 2023 ജനുവരിയിൽ എൻ്റെ ഇടത്തെ ബ്രസ്റ്റിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ തടിപ്പ് കണ്ടു. എനിക്ക് അങ്ങനെ ഒരു ക്യാൻസറാണെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇത് കണ്ട ഉടനെ തന്നെ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. ഞാൻ ബൈബിളിൽ ഒരു വെള്ള പേപ്പറിൽ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാക്ഷ്യം കേൾക്കാറുള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ എത്തിപ്പെടാനോ എന്നെ കൊണ്ടുവരാനോ ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ബൈബിളിൽ വെച്ചു. അമ്മേ മാതാവേ, ഇങ്ങനെയൊരു ഇത് കാണുന്നുണ്ട്, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് നീ അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് ഞാൻ ബൈബിളിൽ എഴുതി വെച്ചു. പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു. പക്ഷേ വളരെ ചെറിയൊരു 1 സെൻറ്റിമീറ്റർ പോലും ഇല്ലാതെ ഒരു ചെറിയ മുഴയാണ്. അത് ഞാൻ കണ്ടെത്തിയത് തന്നെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തായതുകൊണ്ടാണ് ഞാൻ കണ്ടത്. പിന്നെ എന്നോട് ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, നീ പോയി സ്കാൻ ചെയ്യൂ എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി. ഞാനങ്ങനെ സ്കാനിങ്ങിന് പോയി സ്കാൻ ചെയ്ത ഡോക്ടർ നോക്കിയ ഉടനെ എന്നോട് പറഞ്ഞു, ഇത് നാളെ തന്നെ ഒന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം, വളരെ ചെറിയൊരു മുഴയാണെങ്കിൽ പോലും ഇത് ക്യാൻസർ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭർത്താവും കൂടി ഏപ്രിൽ 1 തീയതി, അതായത് 2023 ഏപ്രിൽ 1 ഞങ്ങൾ ഇത് കുത്തിയെടുത്ത് പരിശോധിച്ചു. ക്യാൻസർ 12 ദിവസം കഴിഞ്ഞാലാണ് റിസൾട്ട് വരിക. ആ 12 ദിവസവും ഞാൻ പ്രാർത്ഥനയിലും അച്ഛൻ്റെ ധ്യാനം കേൾക്കും, പ്രാർത്ഥനയിൽ മുഴുകും, അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലും. ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു ചെയ്യുക. എൻ്റെ തുടക്കം തന്നെ, ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു. അങ്ങനെ 12ാമത്തെ ദിവസം എനിക്ക് ഒരു വിഷു കൈനീട്ടം എന്നതുപോലെ ഞാൻ അറിയുന്നത് എനിക്ക് ക്യാൻസറാണെന്നാണ്. എന്നിട്ടും ഞാൻ പതറിയില്ല. ഞാൻ കോഴിക്കോട് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഞാൻ ചികിത്സയ്ക്കായിട്ട് പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് മാമോ ചെയ്യാം, അതുപോലെ സ്കാൻ ചെയ്ത് നോക്കണം, പെറ്റ് സ്കാൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, കാര്യം മുഴ വളരെ ചെറുതാണെങ്കിലും നമുക്ക് കീമോ ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ എന്നെ പരിശോധിക്കുന്ന ടേബിളിൽ കിടന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന്, അതായത് പഴയ സ്കാൻ വെച്ചിട്ടായിരുന്നു ഡോക്ടർ നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് അവിടെ എൻ്റെ അസുഖം മാറിയതുപോലെ എനിക്ക് തോന്നുന്നു, എനിക്കൊന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞു. ഞാനൊരു CBSE സ്കൂളിലെ അധ്യാപികയാണ്, എൻ്റെ ടീച്ചർ ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞു, 8 കീമോ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം, പിന്നെ റേഡിയേഷനുണ്ട്, അങ്ങനെ അവരുടെ പ്രോട്ടോക്കോളൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇത്രയും ചെറിയൊരു മുഴയാണ്, എനിക്കിപ്പോൾ എൻ്റെ അസുഖം ഭേദമായതുപോലെ എനിക്ക് തോന്നുന്നുമുണ്ട്. പിന്നെയും എൻ്റെ മനസ്സ് പറയുകയാണ്, നിൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 1ാമത്തെ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ഛനിങ്ങനെ ഓരോന്നും പറയുന്നു, ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ കോളേജിലാണ്, പെരിന്തൽമണ്ണ പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് വേണ്ടി നീ ഒന്ന് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞു തരാം, നീ കൃപാസനത്തിൽ എത്തുക, അവിടെ ചെന്നിട്ട് ഞാൻ വാട്സപ്പ് ചെയ്തു കൊടുത്തു, ഇവിടെ എഴുതി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവൻ ഇവിടെ വന്ന് അന്ന് ഇവനാണ് എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ ഇന്ന് എനിക്കായിരുന്നു മാതാവിൻ്റെ മുത്തുക്കൂട പിടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇനിയൊന്നും പേടിക്കേണ്ട, അമ്മയുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ ഒന്നാമത്തെ കീമോ കഴിഞ്ഞു. ഞാൻ രണ്ടാമത്തെ കീമോയ്ക്ക് ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ ആ മുഴ അവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു 80% ഇവിടെ കുറഞ്ഞിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കീമോയ്ക്ക് ചെന്നപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ ബ്രസ്റ്റിൽ മുഴയില്ല, ഒന്നുമില്ല, പക്ഷേ ഇനി എന്തിനാണ് എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ എന്താണോ അതനുസരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഇനി എനിക്ക് മറ്റൊരു വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കീമോയുടെ ക്ഷീണത്തിൽ കിടക്കുന്ന സമയത്ത് എന്നോട് ആരോ പറയുകയാണ്, നീ ആ ആശുപത്രിയിലേക്കൊന്ന് വിളിച്ചു ചോദിക്കുന്നു. ഞാൻ ആശുപത്രികളുടെ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ എറണാകുളത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രശ്നം, എനിക്ക് അവിടെ വന്നിട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ നിന്ന് ഒരു റെഫറൻസ് ലെറ്ററും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉള്ള സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളും വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ കൊണ്ടുതന്ന തൈലം ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഉപ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഞാൻ ഉപ്പുമായിട്ടായിരുന്നു എറണാകുളത്തെ ആശുപത്രിയിൽ പോയത്. ഞാൻ അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിക്കുന്നതിന് മുമ്പ് ആ ടേബിളിൻ്റെ അടിയിൽ ആരും കാണാതെ ഞാൻ ഉപ്പ് വിതറിയതിന് ശേഷം ഞാൻ ആ ടേബിളിൽ കിടന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കീമോയിൽ ഡിസപ്പിയർഡായി, ഇവിടെ മറ്റൊരു മാർക്കും അവർ ചെയ്തിട്ടില്ല, ക്ലിപ്പിട്ടില്ല, ടാറ്റു ചെയ്തിട്ടില്ല, ഇത് നമ്മൾ എന്ത് ചെയ്യും? എവിടെയായിരുന്നു താങ്കളുടെ മുഴയെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു, ഒരു വഴി കാണിക്കണേ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ പെറ്റ് സ്കാനിൻ്റെയും മറ്റും മാമോയുടെയൊക്കെ ഫിലിമും എല്ലാം മാർക്ക് ചെയ്ത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അതെല്ലാം മാർക്ക് ചെയ്ത് വീണ്ടും ഞങ്ങൾ എറണാകുളം ആശുപത്രിയിലെത്തി. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ആ ഭാഗത്തെ ടിഷ്യൂ നമുക്ക് കുറച്ച് വട്ടത്തിൽ ആ ഭാഗത്തെ ടിഷ്യൂ എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് പുറത്തുനിന്ന് വേറെ ഫ്ലാപ്പ് എടുത്തിട്ട് നമുക്ക് അവിടെ വെക്കാമെന്ന് പറഞ്ഞു. അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. എനിക്ക് ആ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ സർജറി ഭംഗിയായിട്ട് നടന്നു. സർജറിയിൽ നിന്ന് കിട്ടിയ എൻ്റെ ആ അംശങ്ങളൊക്കെ ലാബിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എവിടെയും ക്യാൻസറിൻ്റെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എൻ്റെ അസുഖം ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ അസുഖം മാറിയിരിക്കുന്നു. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് സാധാരണ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. എനിക്ക് ഒരു പക്ഷേ അവിടെ ആദ്യം കീമോ സ്റ്റാർട്ട് ചെയ്യാതെ ആദ്യം സർജറി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരു പക്ഷേ അതും അവിടെയൊക്കെ അമ്മ മാതാവാണ് എന്നെ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ നാത്തൂന് വർഷങ്ങളായിട്ട് എൻ്റെ കാലിൻ്റെ ഞരമ്പ് വലിച്ചു കൂടുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. അത് ഞാൻ വെച്ചു. അതും മാറിക്കിട്ടി. അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു 14 വർഷത്തോളമായിട്ട് അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും മാറിക്കിട്ടി. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ചെറിയ കാര്യങ്ങൾ മതി, പെട്ടെന്ന് ടെൻഷനാകുന്ന കൂട്ടത്തിലാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ അസുഖം വരുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണമായും തകർന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ അസുഖാവസ്ഥയിൽ എന്നെ വേറെ ആരെ കൊണ്ടും നോക്കാൻ വിടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എന്നെ പൊന്നുപോലെ നോക്കിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിനുള്ള മനസ്സിന് ധൈര്യവും ശക്തിയും ഒക്കെ മാതാവ് കൊടുക്കുകയുണ്ടായി. അതുപോലെ മക്കളുടെ പഠനമാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ അവർക്ക് സമാധാനത്തോടെ ശക്തിയോടെ പഠിക്കണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോനിപ്പോൾ MBBS കഴിഞ്ഞു. അവൻ പറയുക, അമ്മ ഉടമ്പടിയിൽ വെച്ചത് കൊണ്ടാണോന്നറിയില്ല, ഞാൻ PGയുടെ നീറ്റിന് ഹൗസ് സർജൻസി മുതലേ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ അതെന്താ നീ? അല്ല, എനിക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ പഠിക്കണമെന്ന് തോന്നുകയാണ്, അമ്മയുടെ ഉടമ്പടിയുടെ ഫലമായിട്ടായിരിക്കാമെന്ന് അവനും പറഞ്ഞു. അതുപോലെ എനിക്ക് ഒരുപാട് അമ്മ മാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നന്ദി, നമസ്കാരം. ശ്രീജ ചേച്ചിക്ക് ചെറുപ്പം മുതൽ തന്നെ പരിശുദ്ധ അമ്മയോട് അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട് ഒരു സങ്കടകാലം വന്നപ്പോൾ ഉടനെ തന്നെ അമ്മ വഴി ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് ശ്രീ ചേച്ചി മാനോട് പറഞ്ഞത് ഉടനെ പോയി ഉടമ്പടി എടുക്കണം എന്നുള്ളത്. ഡോക്ടേഴ്സ് എല്ലാ റിപ്പോർട്ട് നോക്കിയിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോഴും ഉള്ളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്,
ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരില്ല എന്ന്. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരാം. ദൈവമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ദൈവം തന്നെ ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ്, ആശ്വാസം നൽകുകയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ അവസാനം എത്തുമ്പോൾ പറയുന്നത് ബ്രസ്റ്റൊന്നും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല, ബയോപ്സിക്ക് വിട്ടപ്പോഴും റിസൾട്ട് വന്നത് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. ദൈവം ഇടപെടുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ രോഗപീഠകളെല്ലാം മാറിപ്പോകുന്നത്. അതേപോലെ തന്നെ അമ്മയ്ക്കുണ്ടായിരുന്ന ഇയർ ബാലൻസ് എല്ലാം 14 വർഷം ഉണ്ടായത് ഉടമ്പടി തൈലം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ മാറിയെന്ന് പറയുന്നത് ദൈവം തൊട്ട് സുഖപ്പെടുത്തിയെന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആവേ മരിയാം. എൻ്റെ പേര് നീന ജോസഫ്. ഞാൻ വരുന്നത് എറണാകുളത്തു നിന്നാണ്. ഇന്നേ ദിവസം ഈ അൽത്താരയുടെ മുന്നിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഈ ഒരു സാക്ഷ്യം പറയാൻ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. മാർച്ച് 1 2023 കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അമ്മയെ എൻ്റെ 6 നിയോഗവും എഴുതി ഞാൻ ഏൽപ്പിച്ചു. എന്നാലിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഉടമ്പടിയിൽ എഴുതിയ ഒരു നിയോഗത്തിന് സാക്ഷ്യം പറയാനല്ല, അതിനും വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് ബിയോൺ. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്, പക്ഷേ ഇപ്പം ഫാമിലി പോലെ തന്നെയാണ്, എൻ്റെ അനിയനെ പോലെ തന്നെ. ഈ വർഷം ജാനുവരി 18, 2024 ബിയോണിന് ഒരു വലിയ ആക്സിഡൻറ്റ്, കോളേജിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഒരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി. സ്കൂട്ടറിൽ വരുന്ന വഴി വണ്ടി ഇടിക്കുകയും വണ്ടിക്കടിയിൽ പോവുകയും ആ സമയം മുതലേ ക്രിട്ടിക്കലായിരുന്നു. ഞാൻ ഇതറിയണത് ഒരു ദിവസം കഴിയുമ്പോഴാണ്. അപ്പോഴേക്ക് ബിയോണിനെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു, ICUവിൽ. ബോധമില്ലായിരുന്നു, കോൺഷ്യസ് അല്ലായിരുന്നു ആൾ. എൻ്റെ ഫാദർ എൻ്റെ ഫോണിലേക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് 3 മണി പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ മെസ്സേജ് കിട്ടുന്നത്. കണ്ടതും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ആണ് എൻ്റെ അടുത്ത് പറയണത്, ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ മകനാണ് ആക്സിഡൻ്റ് ആയേക്കണേ എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നി, ഒരു സങ്കടം, നമ്മുടെ ആർക്കും എന്തോ പറ്റിയ പോലത്തെ ഒരു വിഷമം തോന്നി. ഞാനിത് അറിയണത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മുതൽ പ്രാർത്ഥിക്കുവാണ്. അറിയണവർക്കൊക്കെ ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയും അവരോടൊക്കെ പ്രാർത്ഥന ആവശ്യപ്പെടുവാണ്. അപ്പം അന്നേ ദിവസം രാവിലെ വിശുദ്ധ കുർബാന കൂടാൻ പറ്റിയില്ല. അപ്പം വൈകുന്നേരം വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നി എനിക്ക് പോയി ഹോസ്പിറ്റലിൽ കാണണം എന്നുള്ളത്. അപ്പം ഞാൻ ഉടമ്പടിയിലിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കാശുരൂപവും ഞാനല്ലാതെ ഇവിടെ നിന്ന് മേടിച്ചിരുന്ന കാശുരൂപങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനതൊരു വെന്തിങ്ങയിൽ ആ കാശുരൂപം ഇട്ട് അത് കയ്യിലെടുത്തു. മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് മേടിച്ചതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം ആയിട്ട് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അതായത് ആക്സിഡൻറ്റ് നടന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതുവരെയും ആൾ കോൺഷ്യസ് അല്ല, തിരിച്ച് കിട്ടാനൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലായിരുന്നു. 5% ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിലൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വളരെ കുറച്ച് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അവിടെ ചെല്ലണത്. ഞാൻ ചെല്ലുമ്പോൾ രാത്രി ഏകദേശം 8-9 മണിയായിരുന്നു. ICUവിൽ ഇത്രയും ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും അവർ കയറ്റില്ല. പക്ഷേ എന്തോ കാരണത്താൽ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അവിടെ കയറ്റണം, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അമ്മയും വരണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരാളെ അവർ കയറ്റുള്ളൂ. അപ്പം എന്നെ ഒറ്റയ്ക്കാണ് അവരകത്തേക്ക് കയറ്റിയത്. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു, എൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഈ ഫോട്ടോ, കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഞാനിവിടെ നിന്ന് മേടിച്ച ആ ഒരു ചെറിയൊരു കാശുരൂപവും ഉണ്ടായിരുന്നു. ഞാനകത്ത് ചെന്ന് ബിയോണിൻ്റെ പേര് വിളിക്കുമ്പം ബിയോൺ മനസ്സിലാവണില്ല, കേൾക്കണില്ല. 2 തവണ വിളിച്ചു, കേട്ടില്ല. പിന്നീട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഈ തൈലം നെറ്റിയിലും നെഞ്ചിലും 2 കൈയുടെ അകത്തും 2 കാലിലും കുരിശ് വരച്ചു. എന്നിട്ട് എൻ്റെ കാശുരൂപം നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഈ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും
ആ വെന്തിങ്ങയും പില്ലോ സൈഡിൽ തലയുടെ സൈഡിൽ വെച്ചിട്ട് ബെഡ് സൈഡ് നേഴ്സിനോട് അത് അവിടെ നിന്ന് മാറ്റരുത്, അത് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി വന്നു. ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ ആൻറ്റിയോടും അങ്കിളോടും സംസാരിച്ചു. അവൻ കുഴപ്പമില്ല, തിരിച്ചു വരും, ഞാൻ ഇവിടെ വന്ന് അവനെ കൂട്ടി സാക്ഷ്യം പറയും എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞേക്കണേന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ ഞാനിത് തന്നെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ അറിയണത്, എന്നെ അങ്കിളെ വിളിച്ച് പറയണതും അവൻ പെട്ടെന്ന് കോൺഷ്യസ് ആയി. 2 ദിവസമായിട്ടും കോൺഷ്യസ് അല്ലാതെ, ഒരു റെസ്പോൺസും ഇല്ലാതെ, നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞ് 5% ചാൻസ് പറഞ്ഞിരുന്ന ഒരാൾ പിറ്റേ ദിവസം പെട്ടെന്ന് കോൺഷ്യസ് ആവുകയും അവൻ്റെ ലങ്സിൽ എയർ കയറിയിട്ട് ന്യൂമോതൊറാക്സ് എന്ന് പറയും. അപ്പം എയർ പുറത്തേക്ക് പോകാൻ പറ്റാത്ത, അത് റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് ട്യൂബിട്ട് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ അതും തനിയെ റിലീസായി. ബ്രെയിൻ CSF ലീക്ക്, ബ്രെയിൻ ഫ്ലൂയിഡിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അവരാദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർജറി ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം മുഖത്ത് മൾട്ടിപ്പിൾ ഫ്രാക്ചറായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഈ തലേ ദിവസം രാത്രി ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഈ ബ്രെയിൻ ഫ്ലൂയിഡ് സ്റ്റോപ്പ് ആവുകയും ചെയ്തു, എയർ തനിയെ റിലീസ് ആവുകയും ചെയ്തു, ആൾ കോൺഷ്യസ് ആവുകയും ചെയ്തു. അവൻ കോൺഷ്യസ് ആയി ആദ്യം ആൻറ്റീനെ ചോദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്, ബിയോണ്ട് അമ്മേനെ. അങ്ങനെ ആൻറ്റി അകത്ത് വന്നു. അവൻ ആൻറ്റിയുടെ കയ്യിൽ പിടിച്ചു. ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ആൻറ്റിയുടെ നെഞ്ചിൽ കുരിശ് വരച്ചു. അപ്പം അത് തന്നെ അമ്മ, ഞാൻ തലേ ദിവസം പോയി അവൻ്റെ നെഞ്ചിൽ ആ കുരിശ് വരച്ചതിൻ്റെ ആ ഒരു അടയാളമായിരിക്കാം അവനാ കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചതും അങ്ങനെയാണ്. ഞാൻ ഈ ICUലേക്ക് കയറുമ്പോൾ എൻ്റെ കൂടെ അമ്മ വരണം, തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ അമ്മ ഉണ്ടാവരുത്, അമ്മ അവൻ്റെ കൂടെ തന്നെ നിന്ന് അവനെ ശുശ്രൂഷിച്ച് പഴയ പോലെ ആക്കി കൊണ്ടുവരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത്രയും റെസ്പോൺസ് വന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് സർജറി ചെയ്യുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ, സൺഡേ ആയിരുന്നു, ഒരു 6-7 മണിക്കൂറിൻ്റെ സർജറി. മുഖത്ത് ഇഷ്ടംപോലെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതുപോലെ കയ്യിലും കാലിലും ഒക്കെ മസിൽ ടയർ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു സർജറിയിൽ തന്നെ അവർ എല്ലാം ഒരേ ദിവസം തന്നെ ചെയ്തു. പിന്നീട് അവർ വീണ്ടും ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൾ ബെറ്ററായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ബ്രീതിങ് ട്രബിൾ ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും വെന്റിലേറ്ററിലേക്ക് കയറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കയറ്റി. അന്ന് വീണ്ടും ഞാൻ വന്നു, പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ അവൻ വീണ്ടും ഓക്കെ ആയി. പിന്നെ അധികം താമസമില്ലാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ വേറെ ഇൻഫെക്ഷനൊന്നും ഇല്ലാത്ത കണ്ടീഷനാണെന്ന് അവർ സ്റ്റേറ്റ് ചെയ്തു. അപ്പം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 18 ദിവസം കൊണ്ട് അവൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഇത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒരിക്കലും ഇയാളെ തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷയല്ല. വണ്ടിക്ക് അടിയിൽ പോയി പോണ വഴിക്കുമൊക്കെ ബ്ലഡ് ഛർദ്ദിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു ക്രിട്ടിക്കൽ അവസ്ഥയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ടായാലും ഡോക്ടേഴ്സ് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും എടുക്കും ആളെ പഴയ അവസ്ഥയിൽ തിരിച്ച് കിട്ടാമെന്ന്. പക്ഷെ 1 മാസം കൊണ്ട് തന്നെ ആൾ എല്ലാം ചെയ്തു തുടങ്ങി. പഴയ ഒരു നമ്മുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് ആൾ തിരിച്ചെത്തി. കഴിഞ്ഞ ദുഃഖവെള്ളിക്ക് തലേ ദിവസം മലയാറ്റൂർ പോയി കുരിശൊക്കെ എടുത്ത് കുരിശ് മല കയറി. അങ്ങനെ ഒത്തിരി വലിയൊരു അനുഗ്രഹമാണ് ഈശോയും അമ്മയും കൂടി തന്നത്. രണ്ടാമത്തെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റണേ എന്നുള്ളതാണ്. കാരണം അതിനു മുന്നേ ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സോളം എൻ്റെ നീ ഇഞ്ചേർഡായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് മുട്ടുകുത്താൻ പേടിയായിരുന്നു. അപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് അതാ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, അപ്പോൾ എനിക്ക് മുട്ടുകുത്താൻ പറ്റണം എന്നുള്ളതാണ്. ഞാൻ മാർച്ചിൽ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തു. ഏപ്രിലിൽ തുടങ്ങി എനിക്ക് അത് സാധിക്കാൻ തുടങ്ങി. എത്ര നേരം വേണമെങ്കിലും എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും ജപമാല ചെല്ലാനും ഒക്കെ സാധിക്കുമായിരുന്നു. ഇന്ന് വരെയും അതങ്ങനെ തന്നെ സാധിച്ചു. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് അമ്മ ഈശോയിൽ നിന്ന് നേടിത്തന്നു. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. എനിക്ക് എൻ്റെ പീരിയഡ്സ് ഇറെഗുലർ ആയിരുന്നു.
ഓൾമോസ്റ്റ് എൻ്റെ സൈക്കിള് എപ്പോഴും ഒരുപോലെയല്ല. അപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മാസങ്ങൾ എനിക്കത് ഒട്ടും തന്നെ വരാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പം 7th ജൂലൈ എന്നൊരു ഡേറ്റ് എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നു. ആ ദിവസം കറക്റ്റായിട്ട് ആ 7th ജൂലൈയിൽ തന്നെയാണ് എൻ്റെ ഈ സൈക്കിൾ കറക്റ്റായത്. ജൂലൈ 7, 2023. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ 1 വർഷമായിട്ടും എനിക്കത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഒരു പ്ലോട്ട് ഓൾമോസ്റ്റ് 5 ഇയേഴ്സായിട്ട് നമ്മളത് സെൽ ചെയ്യാൻ നോക്കിയിട്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല. പല കാരണങ്ങളാൽ ആൾക്കാർ വന്ന് കാണും, നോക്കും, അത് വിറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് ലാസ്റ്റ് മന്താണ് അത് സെയിലായത്. അത് ഞാൻ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് അതിൻ്റെ 4 കോർണറിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ മാതാവിൻ്റെ ഒരു പിക്ചർ ഇവിടുത്തെ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് വീടിൻ്റെ പുറത്തും അകത്തുമൊക്കെ ഞാനത് ഒട്ടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു വലിയ അനുഗ്രഹം എനിക്ക് അമ്മ തന്നതാണ്. പിന്നെ ഹസ്ബൻഡ് ഒരു ജോലിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് അവിടെ ഇവരുടെ മാനേജ്മെൻറ്റ് ഷട്ട് ഡൗൺ ചെയ്യുകയും ഒത്തിരി സ്റ്റാഫിനെയൊക്കെ ഇവർ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി ടെമ്പററി ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ടെൻഷനായിരുന്നു ഇനി ഏതും ടെർമിനേറ്റ് ആവുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഒന്നില്ലെങ്കിൽ ആ ജോലി അതുപോലെ തന്നെ അവിടെ നിലനിൽക്കാൻ മറ്റൊരു മാനേജ്മെൻറ്റ് വന്നത് ടേക്ക് ഓവർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ഇതുപോലെ തന്നെ ഒരു നല്ല ജോലി കിട്ടണമെന്നുള്ളത്. അപ്പോൾ കുറച്ച് നാൾ ടെമ്പററി ആയി നിന്നെങ്കിലും പിന്നീട് അതേ സ്ഥലത്ത് തന്നെ വേറൊരു മാനേജ്മെൻറ്റ് ടേക്ക് ഓവർ ചെയ്യുകയും ആ ജോലി പെർമനൻ്റായിട്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെ അതിനും അമ്മയോട് നന്ദി പറയണു. പിന്നെ എൻ്റെ ഈ വർഷം തന്നെ ജാനിൽ എൻ്റെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുവന്നു. അപ്പം പുള്ളിക്കാരൻ്റെ മാരേജ് ശരിയാവാണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ് ആളെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുമായിരുന്നു. 2 വർഷമായിട്ടും കല്യാണം നോക്കിയിട്ട് ശരിയാവണുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഓൾമോസ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രപ്പോസൽ വരികയും ആ കല്യാണം ഉറക്കുകയും ചെയ്തു. ആ കല്യാണം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 28-നായിരുന്നു. അതും ഭംഗിയായി നടന്നു. അതും അമ്മ എനിക്ക് ഈശോ വഴി നേടിത്തന്ന വലിയൊരു അനുഗ്രഹമാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് ന്യൂസ് പേപ്പർ മേടിച്ച് എനിക്ക് പറ്റുന്ന എല്ലാ സ്ഥലത്തും ഞാൻ കൊടുക്കുമായിരുന്നു. കൃപാസന ന്യൂസ് പേപ്പർ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ അത് കൂടാതെ എനിക്ക് കൂടുതൽ അത് പോരാ എന്ന് തോന്നിയിട്ട് ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ സ്റ്റിക്കർ മേടിച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ഒട്ടിക്കുമായിരുന്നു. അവരോട് ചോദിച്ചിട്ട് അവരുടെ സമ്മതത്തോടെ തന്നെ. അപ്പം ആൾക്കാർ അങ്ങനെ അറിയില്ലാത്തവർ അമ്മയെ അറിയണം എന്നുള്ള ആഗ്രഹത്തിൽ ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ന്യൂസ് പേപ്പറിൻ്റെ ഒപ്പം 50 കുടുംബങ്ങൾക്ക് ഞാൻ ബൈബിളും കൊന്തയും അങ്ങനെ കൊടുക്കാമെന്ന് നേർന്നിരുന്നു. അപ്പോൾ ഞാനത് സ്വന്തമായിട്ട് വേറൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാതെ നടന്ന് തന്നെ പോവാമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ 50 കുടുംബങ്ങൾക്ക് ഇവിടുന്ന് ന്യൂസ് പേപ്പറും കൃപാസന പത്രവും പിന്നെ ബൈബിളും പിന്നെ ഈ കൊന്തയും കൂടിയായിട്ട് ഞാൻ അങ്ങനെ ഒരു പാക്കായിട്ട് 50 കുടുംബങ്ങൾക്ക് നടന്ന് തന്നെ കൊടുക്കുമായിരുന്നു. അത് അങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെയാണ് പോണേ, എത്ര ദൂരെ പോയി എന്ന് പോലും ഞാൻ അറിയാറില്ല. അത് ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഈശോയും അമ്മയും ഉണ്ടെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. അതായിരുന്നു ഞാൻ ചെയ്ത ഒരു പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യപ്രവൃത്തി ഓർഫനേജുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മദർ തെരേസയുടെ ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കെയർടേക്കറായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ട്. അവിടെ ഇതുപോലെ പ്രായമുള്ളവരെ നോക്കാനും അവരുടെ കാര്യങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനും അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ അങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പിള്ളേർക്കും അല്ലെങ്കിൽ വഴിയിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ ഞാൻ ഉപവാസം എടുക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ ഭക്ഷണം ഞാൻ മറ്റാർക്കെങ്കിലും കൊടുക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തി.
ഡിയോണ് ഒരപകടം നടന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നീന ഉടനെ തന്നെ ഉടമ്പടി തൈലവുമായിട്ട് പോവുകയാണ്. നീനയ്ക്ക് ഉടമ്പടി എടുത്തിട്ടുള്ളത് കൊണ്ടും കർത്താവ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും വിശ്വാസത്തോടെ ചെന്ന് ആ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുന്നു. ജെറേമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഡിയോണിൻ്റെ ആ അവസ്ഥ വെച്ച് ഡോക്ടേഴ്സ് പറയുന്നത് രക്ഷപ്പെടുവാനായിട്ട് ഇനി സാധ്യതയില്ല എന്നുള്ളതാണ്. മുഖത്തൊക്കെ ഫ്രാക്ചറൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യാതൊരുവിധ കുഴപ്പവുമില്ല, പരിപൂർണ സൗഖ്യമായിരിക്കുകയാണ്. ഇത് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹമാണ്. അതുകൂടാതെയും നീന പറയുന്നുണ്ടായിരുന്നു മുട്ടുകുത്താൻ പറ്റുന്നില്ല 4 വർഷമൊക്കെ ആയിട്ട്. ഇതെല്ലാം ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് സൗഖ്യമാവുന്നത്. അനുഗ്രഹം അവകാശമായി ലഭിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉടമ്പടിയിൽ നമ്മൾ ദൈവവുമായിട്ട് ഉടമ്പടിയിലാവുമ്പോൾ നമ്മളൊരു കക്ഷിയാവുന്നു, ദൈവം ഉടമ്പടിയിലെ കക്ഷിയാവുന്നു. നമ്മൾ വിശ്വസ്തയോടെ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ ദൈവം നമ്മളോടും വിശ്വസ്ത പാലിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അവരെ രക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.